എടോ ഇന്നേ സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അല്ലെങ്കിൽ വെറുതെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വട്ടപ്പത്തിരിയുടെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. ഇതേ തേങ്ങാപ്പാലിലോട്ടൊക്കെ അങ്ങോട്ട് മുക്കി നല്ല അടിപൊളി ചിക്കൻ കറിയോ ബീഫ് കറിയുടെ കൂടെയൊക്കെ കഴിക്കണം, നല്ല അടിപൊളിയാണ്. എന്നാലേ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനലേ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലേ ഓളെ തന്നെ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണേ. എന്നാലേ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് എളുപ്പത്തിലൊന്ന് കണ്ടു നോക്കാം. ഇത് ഉണ്ടാക്കാനേ ആദ്യം നമുക്ക് മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കപ്പിന് 2 കപ്പ് മാവ് തന്നെ ആട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പം അതേ അളവിന് തന്നെ വെള്ളം അങ്ങോട്ട് വെച്ചു കൊടുക്കാം. വെച്ചു കൊടുത്തിട്ടേ ഇനി ഇതിലേക്ക് ഒരു 2-3 കുഞ്ഞുള്ളി എടുത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ്, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂണോളം ചെറിയ ജീരകം ആട്ടോ ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ടേ ഇതിന് ഈ മാവിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ഈ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു കൈപ്പിടി തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങയും ഈ ചെറിയ ജീരകമൊക്കെ ചേർക്കുമ്പോഴേ ഇതിന് നല്ലൊരു ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ചേർക്കാതെ ഉണ്ടാക്കാം, പക്ഷെ ഇത് ചേർത്ത് കഴിഞ്ഞാലേ നല്ലൊരു ടേസ്റ്റ് ആണ്. ഇനി ഇതിലേക്ക് ഇതൊന്ന് തിളച്ച് വരണേ. തിളച്ച് വരുമ്പോൾ ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്തിട്ടേ നമുക്കിനി ഇതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കണം. ആ വെള്ളം എടുത്ത 2 കപ്പിന് തന്നെ 2 കപ്പ് മാവ്, അരിപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ പത്തിരിപ്പൊടി ഇടിയപ്പ പൊടിയൊക്കെ ഇല്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലോട്ട് അങ്ങോട്ട് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി ഇളക്കി എടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇളക്കണം. ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. കുറച്ച് ബലമൊക്കെ കൊടുത്തൊന്ന് മിക്സ് ആക്കേണ്ടി വരും. സാധാരണ നമ്മള് നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കുമല്ലോ അല്ലെങ്കിൽ ഒറോട്ടിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെയാണ് കേട്ടോ ഇതും. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടേ നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അത് തണുത്തപ്പോഴത്തേനും ഞാൻ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ടേ. അത് ഒരുപാട് തണുക്കാൻ നിൽക്കരുതേ, കുറച്ച് നമ്മുടെ കൈ തൊടാൻ പറ്റുന്ന പാകം വരെ ഒന്ന് തണുത്താൽ മതി. ഇപ്പം തന്നെ കുറച്ച് ചൂടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് കുഴയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ കയ്യിൽ തടകിയിട്ടെ ഒന്നങ്ങ് കുഴച്ചാൽ മതി. അവിടെ ഇതുപോലെ ഒന്ന് കുറച്ച് വെള്ളമാണ് ഞാനൊന്ന് കയ്യിൽ മുക്കിയേക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാനൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് ഡ്രൈ ആവാതിരിക്കാനാണ്. എന്നിട്ട് അതൊന്ന് കൈവച്ചൊന്ന് സ്പ്രെഡാക്കി എല്ലായിടത്തും ഒന്ന് കൊടുത്തിട്ടേ നമുക്കിതൊന്ന് അടച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വെക്കാം, അത്രയും മതിയാവും. ഇനിയിപ്പോൾ സമയമൊന്നും ഇല്ലെങ്കിൽ ഇത് വെക്കണം എന്ന് തന്നെ ഇല്ല, വെച്ചാൽ കുറച്ച് നന്നായിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി നമുക്കിത് അടച്ചങ്ങോട്ട് വെക്കാം. ഈ സമയം കൊണ്ടേ നമുക്കൊരു സംഭവം ഒന്ന് റെഡിയാക്കണം. ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പാലൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലൊന്നും അല്ല, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിനകത്ത് 2 പാലും കൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താണ്. ഇനി അതിലേക്ക് നമുക്കൊരു 3 ടീസ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്, കുറച്ച് മധുരത്തിന്. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ടേ ഇത് ഒന്നങ്ങ് മിക്സ് ആക്കി ഒന്ന് മാറ്റി വെക്കാം. ഈ നമ്മുടെ പത്തിരി ആണെങ്കിൽ ഈ തേങ്ങാപ്പാലിൽ മുക്കിയാട്ടോ കഴിക്കുന്നത്, നല്ലൊരു ടേസ്റ്റ് ആണ്. ഒരു വട്ടമെങ്കിലും നിങ്ങളത് ട്രൈ ആക്കി നോക്കണം, ഇങ്ങനെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ. അപ്പൊ ഇതൊന്ന് മിക്സ് ആക്കി നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പൊ ദാണ്ട ഒരു 10 മിനിറ്റ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവൊക്കെ അങ്ങോട്ട് എടുക്കാം. ഇനി അതിലേക്ക് ഒരു ചെറിയ ഒരു കുറച്ച് ഭാഗം ഒന്ന് എടുത്തിട്ട് നമുക്കതൊന്ന് ഒരു ഉരുളകളാക്കി മാറ്റിയിട്ടെ അവിടെ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. പിന്നെ ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. ഇത് ഞാൻ എളുപ്പത്തിന് ഒന്ന് ഉരുട്ടി ഒന്ന് പരത്തി എടുക്കും. നമ്മളൊരു കട്ട്ലറ്റിനേക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിന് ഒരു ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ എടുക്കാം. ഇതത്ര പെർഫെക്റ്റ് ഷേപ്പ് ഒന്നും സമയമൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഈ ഷേപ്പൊക്കെ ആയിരിക്കും കേട്ടോ നല്ലത്. അപ്പൊ ഇതാവുമ്പോ പെട്ടെന്ന് ഒരു ഉരുട്ടിയിട്ട് ഇതുപോലെ ഒന്ന് കൈവച്ചൊന്ന് പരത്തിയെടുത്താൽ കാര്യം കഴിഞ്ഞു. ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതിയാവും. അങ്ങനെ ഞാനിവിടെ എല്ലാം അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ടേ. ഇതിന് അധികം സമയമൊന്നും വേണ്ടല്ലോ, നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയം പോലും വേണ്ട, പെട്ടെന്ന് റെഡിയാവും. പിന്നെ അധികം എണ്ണയുടെ ആവശ്യമൊന്നും ഇല്ല, അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇതിന്.
ഇത് നമുക്ക് തേങ്ങാപ്പാലില്ലാതെയും അല്ലാതെയും കഴിക്കാം കേട്ടോ. ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ഇതിൻ്റെ കൂടെ. ഇനി തേങ്ങാപ്പാലിൽ മുക്കി കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ അങ്ങനെ തന്നെ ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. ഞാനങ്ങനെ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രൈ ആക്കാൻ സമയമില്ലെങ്കിൽ കുറച്ച് മുന്നേ ഇത് ചെയ്ത് വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എടുത്ത് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോഴ് തലേന്ന് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ എടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. അപ്പം ഞാനിതിപ്പം തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അതിനൊരു പാനൊന്ന് വെച്ചിട്ട് എണ്ണയൊന്നും ചേർക്കുന്നില്ല. ഇത് അങ്ങോട്ട് എല്ലാം അങ്ങോട്ട് വെച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഒന്ന് എല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ടേ ഇതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിലൊക്കെ മാറ്റി തിരിച്ചൊക്കെ വെച്ചിട്ടേ ഒന്ന് തിരിച്ചും മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് ഓൾറെഡി ഒന്ന് വെന്തതാണ്, അപ്പൊ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വന്നാൽ മതിയാവും. പിന്നെ നിങ്ങൾക്ക് ഇത് എണ്ണയിലിട്ട് വേണമെങ്കിൽ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. പക്ഷേങ്കിൽ ഈ എണ്ണയൊന്നും ഒരുപാട് യൂസ് ചെയ്യാത്തവർക്കൊക്കെ ഇതാട്ടോ നല്ലത്. പിന്നെ ടേസ്റ്റ് ഒന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇതാണ് അതിൻ്റെതായ ഒരു രീതി. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും മാറ്റി മാറ്റി വെച്ചിട്ട് വേണം ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ടാലേ നമ്മൾ ഇതിൽ എണ്ണയൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് ചെയ്താൽ മതിയാവുമെന്ന് പറഞ്ഞത്. ഞാനിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അവിടെ ഇപ്പോൾ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. രണ്ട് സൈഡും ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഈ പരുവരൊക്കെ മതിയാവും. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഇതെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷമേ ഒരു പാത്രത്തിലോട്ട് നമ്മളിവിടെ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങാപ്പാൽ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാലിൽ ഇത് കഴിക്കുമ്പോഴാണ് അടിപൊളി. പ്രത്യേകിച്ച് ഈ തേങ്ങാപ്പാലിൽ കുറച്ച് മധുരമൊക്കെ ചേർത്തതുകൊണ്ട് മധുരവും ഒക്കെ ആയിട്ട് നല്ല ആ കറിയുടെ എരിവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് ആ തേങ്ങാപ്പാലിലൊന്ന് മുക്കി എന്ന് ആദ്യം കൊടുക്കാം. എന്നിട്ട് ഇത് നിരത്തി അങ്ങോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങളിത് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ തേങ്ങാപ്പാലിലൊന്ന് മുക്കി എടുത്താലും മതിയാവും. ഒരുപാട് സമയം ഇങ്ങനെ മുക്കി വെച്ചേക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോഴേ ഇതിങ്ങനെ ഒന്ന് നിരത്തി ഒന്ന് വെച്ചു കൊടുക്കാം. കഴിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ ഇങ്ങനെ ഒന്ന് വെച്ചാലും മതിയാവും കേട്ടോ. അപ്പോഴാക്കും നല്ലൊരു ടേസ്റ്റ്. ഇപ്പൊ ഞാൻ കുറച്ചൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇനിയേ ഇതങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കി ചിക്കനോ അല്ലെങ്കിൽ ബീഫ് കറിയാണോ അതിന്റെ കൂടെ അങ്ങോട്ട് വെച്ചിട്ട് നമുക്കോട്ട് കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കേണ്ട ഒരു ഐറ്റം ആണ്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. കുട്ടികളൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കും കേട്ടോ. എന്നാൽ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ ഇത് ഉണ്ടാക്കാൻ. വളരെ എളുപ്പവുമാണ്. നമ്മുടെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. പിന്നെ അധികം എണ്ണയുടെ ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അപ്പൊ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാണോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.